യുദ്ധഭീഷണിയുടെയും ആക്രമണങ്ങളുടെയും നിഴലിൽ നിൽക്കുമ്പോഴും സ്വന്തം തദ്ദേശീയ പ്രതിരോധ ശേഷി മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ ലോകശ്രദ്ധ വീണ്ടും ആകർഷിക്കുകയാണ്. അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലുകളിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും യുദ്ധാവശ്യങ്ങൾക്കുള്ള സന്നാഹങ്ങളുടെയും ഉത്പാദനം മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിപ്പിച്ചതായി ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റസ തലൈനിക് അറിയിക്കുകയുണ്ടായി. ഒരു പ്രത്യേക ടെലിവിഷൻ വാർത്താ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെയും ലോജിസ്റ്റിക് ശൃംഖലയുടെയും നിർണായക വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്. അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത വിദേശാധിപത്യത്തെ ശക്തമായി ചേർക്കുന്ന രാജ്യമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് തലൈനിക് ഓർമ്മിപ്പിച്ചു. വിദേശ ശക്തികളിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണികളെയും അധിനിവേശ നീക്കങ്ങളെയും നേരിടാനുള്ള ഏക വഴി ദേശീയ പ്രതിരോധ ശക്തിയെ നിരന്തരം ശക്തിപ്പെടുത്തുകയും തദ്ദേശീയമായി വർദ്ധിപ്പിക്കുകയുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. 1980കളിൽ ഇറാഖിലെ ബാത്തിസ്റ്റ് ഭരണകൂടം ഇറാനിൽ അടിച്ചേൽപ്പിച്ച 8 വർഷത്തെ ദീർഘമായ യുദ്ധകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഇറാന്റെ പ്രതിരോധ വ്യവസായം കൈവരിച്ചിരിക്കുന്നത് തികച്ചും അത്ഭുതകരവും സമാനതകളില്ലാത്തതുമായ മുന്നേറ്റങ്ങളാണ്. ഇറാനിയൻ പ്രതിരോധ വ്യവസായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത യുദ്ധോപകരണങ്ങൾ അതിവേഗം ഉൽപ്പാദിപ്പിക്കാനുള്ള സമാനതകളില്ലാത്ത കഴിവാണെന്ന് വക്താവ് ചൂണ്ടിക്കാട്ടി. യുദ്ധകാലത്തിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉപയോഗിക്കപ്പെടുന്ന അതേ വേഗതയിൽ തന്നെ അവ വീണ്ടും നിർമ്മിച്ച് മുന്നണിയിലെത്തിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അതായത് പോരാട്ട ഭൂമിയിൽ എത്രത്തോളം തദ്ദേശീയ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുവോ അത്രത്തോളം വേഗതയിൽ ഉൽപാദന ശൃംഖല വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ വെടിക്കോപ്പ് ശേഖരം കുറയാതെ നിലനിർത്തുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഇസ്രയേലി ഭരണാധികാരികളുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും ഉൽപാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു. യുദ്ധമുന്നണിയിൽ അതിനിർണായകമായ ചില തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സാധാരണ യുദ്ധകാല നിലവാരത്തെക്കാൾ 3 ഇരട്ടിയിലധികമായാണ് ഉയർന്നത്. അതിവേഗത്തിലുള്ള ഈ ഉൽപാദനക്ഷമതയ്ക്ക് പുറമെ സാമ്പത്തിക ലാഭവും ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ വേറിട്ട് നിർത്തുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ തുച്ഛമായ ചെലവിലാണ് ഇറാൻ സ്വന്തമായി അത്യാധുനിക ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ, വിജ്ഞാനാധിഷ്ഠിതമായ ഉൽപാദന രീതികൾ, രാജ്യത്തുടനീളം പടർന്നു പന്തലിച്ച ഉൽപാദന ശൃംഖല എന്നിവയാണ് വളരെ കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് സഹായകരമാകുന്നത്. ഇറാനെതിരെ പ്രകോപനങ്ങളൊന്നുമില്ലാതെ അമേരിക്കൻ ഇസ്രയേൽ സഖ്യം നടത്തിയ സൈനിക അധിനിവേശത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത്. ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തി. തുടർന്ന് താൽക്കാലികമായ വെടിനിർത്തലും 60 ദിവസത്തെ നയതന്ത്ര ധാരണയും നിലവിൽ വന്നെങ്കിലും അമേരിക്ക വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇറാൻ ശക്തമായ പ്രതിരോധം തുടരുകയാണ്. സ്വന്തം സായുധ സേനയുടെ അവിശ്വസനീയമായ വർദ്ധിപ്പിച്ച ഉൽപാദനശേഷിയും പ്രതിരോധ കോട്ടയുമാണ് ശത്രുക്കളുടെ തന്ത്രപരമായ നീക്കങ്ങളെ വീണ്ടും പരാജയപ്പെടുത്തിയത്.